ഹലോ, എല്ലാവർക്കും നമസ്കാരം. AFCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബാച്ചിലേഴ്സ് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് പറയുന്നു നല്ല ഈസി ആയിട്ടുള്ള ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അങ്ങനെയുള്ള റെസിപ്പിയാണ്. സ്പൈസി അടയാണിന്ന്. അപ്പോൾ ഇത് കുക്കിംഗ് ഇപ്പം ഒത്തിരി എന്താ പറയുക, ഇങ്ങനെ കിച്ചണിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയേ. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി, പിന്നെ എരിവനുസരിച്ച് ചില്ലി. ഇത് ഞാനിപ്പോൾ 3 ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ളതാണ്. പിന്നെ കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി, അതെല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഈ ചില്ലി ഇച്ചിരി വലുതായി പോയി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അപ്പോൾ ഈ ചില്ലി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഗ്ലൗസ് ഇടുവാണേ. എനിക്ക് ഈ ചില്ലി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. എൻ്റെ കൈ ഭയങ്കരമായിട്ട് പോകുകയെ. അപ്പോൾ അല്ലാതെ ചെയ്യാം, അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും ഇത് ഉണ്ടാക്കുവേ. പിന്നെ എന്താ വെച്ചാൽ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോഴും ചപ്പാത്തി എടുക്കുമ്പോൾ മടുക്കില്ലേ. അപ്പോൾ അവർക്കും നല്ലപോലെ ഇത് നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും ഇതിനകത്തോട്ട്. ഇപ്പോൾ ഒരു ഗ്ലൗസ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ചില്ലിയൊക്കെ കയ്യിൽ പറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാവേ. തേങ്ങയ്ക്കൊന്നും പിന്നെ അങ്ങനെ അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് 1.5 കപ്പ് ആട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് കുറച്ച് തേങ്ങ ഇടുവാണ് കേട്ടോ ടേസ്റ്റ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ആട്ട ഇട്ട് കൊടുക്കാം. ആട്ട ഇത് 1.5 കപ്പ് ആട്ട ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യണേ. എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിക്കില്ല. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇച്ചിരി ഉപ്പ് വേണം. ഇത് കറി കൂട്ടി കഴിക്കാനും പറ്റും, കറി കൂട്ടാണ്ടും കഴിക്കാൻ പറ്റുമേ. അപ്പോൾ കറി കൂട്ടി കഴിക്കുമ്പോൾ നമ്മൾ എരിവ് അധികം ഇടണ്ട. അപ്പോൾ കറി ഒന്ന് കൂട്ടാണ്ട് കഴിക്കുന്നെങ്കിൽ നല്ല കുറച്ച് എരിവ് ഇടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് സത്യം പറഞ്ഞോണ്ടല്ലോ എങ്ങനെ ഇത് പഠിച്ചതെന്നറിയാമോ? ഞാൻ ഹോസ്റ്റലിൽ ആദ്യം നിൽക്കാൻ പോയപ്പോൾ ഒരു കന്യാസ്ത്രീമാരുടെ ഹോസ്റ്റലായിരുന്നു കേട്ടോ. അപ്പോൾ അവരുണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്തോ ഇങ്ങനെ നല്ല ടേസ്റ്റ്, അതിങ്ങനെ സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഒരു അടയാണ്. അതിനകത്ത് ഇങ്ങനെ സവോളയൊക്കെ ആയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരും. ഹോസ്റ്റലിൽ നിന്നും കിട്ടും, വീട്ടിൽ നിന്നും. സൂപ്പർ, പെർഫെക്റ്റ്. അപ്പം കണ്ടോ, ഈ ഒരു ഇച്ചിരി കൂടെ വേണം. ഇതിനകത്തോട്ടുണ്ടല്ലോ കറിവേപ്പിലയും കൂടി ഇടാവേ. ഞാൻ കറിവേപ്പില പറിച്ചിട്ട് വരട്ടെ. കറിവേപ്പില മറന്നു, ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണേ. ഇപ്പോഴാണ് അതിൻ്റെ ഇത്. എന്നിട്ടൊന്ന് ഞാൻ എടുത്ത് കൊടുക്കാം. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്കൊന്ന് പാന് കണ്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇടണം കേട്ടോ. കണ്ടോ, നമുക്ക് പാനൊന്ന് ചൂടാക്കാൻ പറ്റുമേ. ഓക്കെ, ഒരു പാൻ വെച്ച് നമുക്കിങ്ങനെ അട ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വലുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കാണാൻ നല്ല ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെള്ളം ഇങ്ങനെ അടുത്ത് വെക്കണേ. നമ്മൾ
ഇത് പാൻ ചൂടായി. ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് ഒരു ഇത്ര വലുതാക്കി ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഇച്ചിരി വെള്ളം ഇങ്ങനെ ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. വലുതാക്കി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ബാച്ചലേഴ്സൊക്കെ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ പണി വെക്കുക. ഇതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഒരു ഭാഗം നല്ല ചുമന്ന് വന്നിട്ട് ഈസിയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലൊന്നും വേണ്ടാത്തവരാണ് ഒഴിക്കേണ്ട. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണേ. കണ്ടോ, ഞാൻ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് വെന്തു, എടുക്കാതെ ഇതും ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് നമ്മുടെ അട നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ചെറുതായിട്ടുണ്ടാക്കാം, അതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പയ്യെ ആക്കി ഒരു ഷേപ്പ് പോലെ ചെറുതാക്കി ഉണ്ടാക്കാം, വലുതാക്കി ഉണ്ടാക്കാം. ചെറുതാക്കി ഉണ്ടാക്കാൻ കാണാൻ രസം, വലുതാക്കി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിന്നാനെല്ലാം ഒരേ പോലെ. ഏകദേശം ഇത്ര വലുത് ഞാൻ ഉണ്ടാക്കുന്നേ. ഒത്തിരി കട്ടിയാക്കണ്ട കേട്ടോ. ഒത്തിരി കട്ടിയാക്കിയാലേ വേവാൻ പാടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടിയാക്കാണ്ടിരിക്കില്ലേ. ഇത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു വശം കണ്ട് നല്ല ചുമന്ന് ഇങ്ങനെ വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കേ. അപ്പോൾ ഓയിൽ തേക്കേണ്ടവർ മാത്രം തേച്ചാൽ മതി കേട്ടോ. ഓയിൽ ഒരു നിർബന്ധമില്ല. അപ്പം ഞാനിച്ചിരി ഓയിലങ്ങ് തേക്കുന്നുണ്ട്. എന്ത് ഓയിൽ വേണം തേക്കാം കേട്ടോ. ഓയിലും കൂടെ തേക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാ ദിവസവും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കിയൊക്കെ ഇഷ്ടപ്പെടും. ചപ്പാത്തിക്ക് നമ്മൾ കറി കൂട്ടി കഴിക്കുമല്ലോ. അപ്പോൾ ഇതിന് കറി കൂട്ടുവാണെങ്കിൽ ഇത്ര എരിവിടണ്ടോ കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേനും ഭയങ്കര എരിവാവില്ല. അപ്പോൾ കറി കൂട്ടുന്നില്ലെങ്കിൽ കുറച്ച് എരിവ് വേണമെങ്കിൽ മറ്റേ സൈഡിൽ ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തോ, വേണമെങ്കിൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്പൈസി അട റെഡിയായി. ഈസി അല്ലേ ഉണ്ടാക്കാൻ? ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കത്തില്ലേ ഈസി ആയിട്ട്? ബാച്ചിലേഴ്സ് റെസിപ്പി ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇപ്പോഴത്തെ ബാച്ചിലേഴ്സൊക്കെ എല്ലാം കുക്ക് ചെയ്യുന്നവരല്ലേ. അവരിങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ ഇടുന്ന കാണാം, ഇങ്ങനെ ചിക്കനും മട്ടണൊക്കെ. അപ്പോൾ അതില്ല ബാച്ചിലേഴ്സ് റെസിപ്പി എന്ന് പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈസി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാണേ. ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാം. കാരണം വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, സവാള, പിന്നെ കോക്കനട്ട് ഇച്ചിരി കുറച്ച് കേട്ടോ. പിന്നെ ഓയിൽ ഒഴിക്കണ്ട. പിന്നെ ആട്ടയല്ലേ. അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ വൈകുന്നേരം കറിയൊന്നും ഇല്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ചപ്പാത്തിയൊക്കെ എന്തും ട്രൈ ചെയ്യുന്നേക്കാളും ഇത് വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കാം. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് രണ്ട് ഭാഗം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം കേട്ടോ.
ഒത്തിരി കട്ടിയാക്കണ്ട, അതുപോലെ ഒത്തിരി കട്ടി കുറയ്ക്കാൻ വേണ്ട. അപ്പൊ അങ്ങനെ നമ്മുടെ അടിപൊളി കണ്ട. അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി, നല്ല സ്പൈസി ആയിട്ട് ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് അടിപൊളിയാട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം. അപ്പൊ വീണ്ടും വേറെ റെസിപ്പി വരുന്നേരം വരെ ബൈ ബൈ.